Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ഫിനാൻഷ്യൽ ഡാറ്റയുടെ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. കാരണം ഇതിൻ്റെ അവസാനം വരേക്ക് നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുന്നത്തെ ബാച്ചിത്തെ അക്കൗണ്ട്സും അതേപോലെ തന്നെ ഇതുവരെ നല്ല സാമ്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട പ്രോബ്ലംസോ അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് വളരെ ബ്രീഫായിട്ടുള്ള കുറച്ച് എക്സ്പ്ലനേഷനോ കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് സ്കിപ്പ് ചെയ്യാതെ കാണണം എന്നുള്ളത്. ആദ്യം മുതൽ അവസാനം വരെയും നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സന്ദർഭം വരുന്ന സമയത്താണ് അത് പറയുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും പുതിയ ഒരാളുകൾ എന്നുള്ള ലെവലിൽ നിങ്ങൾ എന്തായാലും സ്കിപ്പ് ചെയ്യാതെ കണ്ടേ മതിയാകുള്ളൂ. എന്നാൽ മാത്രമാണ്. പിന്നെ അതേപോലെ തന്നെ വല്ലാതെ വലിച്ചു വാരി എക്സ്പ്ലെയിൻ ചെയ്ത് നമുക്ക് അതിനുള്ള സമയമില്ല. അപ്പോൾ വളരെ ക്രിസ്പായിട്ട് വേണ്ട കാര്യങ്ങളിലൂടെ മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും കമൻറ്റ് ചെയ്യാവുന്നതാണ്. പറ്റാവുന്ന മാക്സിമം നമ്മൾ റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ വീണ്ടും പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കുറച്ചും കൂടി ആധികാരികമായി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ 3 ടോപ്പിക്കാണ്. നിങ്ങൾ ഹെഡിങ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ജേണൽ, ലെഡ്ജർ, ട്രയൽ ബാലൻസ്, ഈ 3 കാര്യങ്ങളെക്കുറിച്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻ എന്നുള്ളതാണ്. ട്രാൻസാക്ഷൻ ആണല്ലോ ഏതൊരു അക്കൗണ്ടിങ്ങിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, അല്ലേ? ട്രാൻസാക്ഷൻസ് നടക്കുമ്പോഴാണല്ലോ അക്കൗണ്ട്സിന് അവിടെ പ്രസക്തി ഉണ്ടാവുന്നത്. സോ നമുക്കത് എന്ത് പറയാം? ഇറ്റ് ഈസ് ദ ഫ്ലഷ് ആൻഡ് ബ്ലഡ് ഓഫ് അക്കൗണ്ടിങ്. ട്രാൻസാക്ഷൻ ഇൻവോൾവ്സ് എക്സ്ചേഞ്ച് ഓഫ് മണി ഓർ മണീസ് വർത്ത് ബിറ്റ്വീൻ ബിസിനസ് ആൻഡ് അതേഴ്സ്. ബിസിനസ്സും മറ്റുള്ള വ്യക്തികളും തമ്മിൽ പൈസയോ പൈസയ്ക്ക് തുല്യമായതോ ആയ കാര്യങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് സെൽ ഗുഡ്സ് ടു എ പേഴ്സൺ, ഒരു വ്യക്തിക്ക് നമ്മൾ സാധനങ്ങൾ വിൽക്കുന്നു, അപ്പോൾ അവരതിന് പകരമായിട്ട് ക്യാഷ് ഇങ്ങോട്ട് തരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബിസിനസ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇനി നമ്മൾ അക്കൗണ്ടിങ്ങിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അറിയേണ്ട ഒരു സിസ്റ്റമാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിംഗ് എന്ന് പറയുന്നത്. ഡബിൾ എൻട്രി, 2 പ്രാവശ്യം എൻട്രി ചെയ്യുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഏതൊരു ട്രാൻസാക്ഷൻ നടന്നു കഴിഞ്ഞാലും അവിടെ 2 വ്യക്തികൾ ആവശ്യമാണ്, അല്ലേ? അവർക്കിടയിലാണല്ലോ ഈ എക്സ്ചേഞ്ച് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങുമ്പോൾ അതിന് തുല്യമായിട്ടുള്ളൊരു എമൗണ്ടാണ് അങ്ങോട്ട് കൊടുക്കുന്നത്. സോ അവിടെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഓരോ ട്രാൻസാക്ഷനും എന്തുണ്ട്? 2 ആസ്പെക്റ്റുകളോ 2 എലമെൻറ്റുകളോ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കടയിൽ പോയി നമ്മളൊരു സോപ്പ് വാങ്ങുന്നു. അപ്പോൾ അതെന്താണ്? ഒരാൾക്ക് സോപ്പ് കിട്ടുക എന്നുള്ള ആസ്പെക്റ്റാണ്. ഓക്കെ, റിസീവിങ് ആസ്പെക്റ്റാണ്. മറ്റേയാളെ സംബന്ധിച്ചോളം ആ സോപ്പ് കൊടുക്കുക എന്നുള്ള ആസ്പെക്റ്റാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ 2 ആസ്പെക്റ്റുകൾ ഓരോ ട്രാൻസാക്ഷനിലും ഉണ്ടാവും. ദാറ്റ് ഈസ് റിസീവിങ് ആസ്പെക്റ്റും ഉണ്ടാവും, ഗിവിങ് ആസ്പെക്റ്റും ഉണ്ടാവും. അപ്പോൾ റിസീവിങ് ആസ്പെക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെബിറ്റ് എന്ന് പറയാം. ഗിവിങ് ആസ്പെക്റ്റിനെയാണ് എന്ത് പറയുന്നത്? ക്രെഡിറ്റ് എന്ന് പറയുന്നത്. സോ എന്തൊരു ട്രാൻസാക്ഷനും ഈ 2 ആസ്പെക്റ്റുകൾ ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ഡെബിറ്റ് ആസ്പെക്റ്റ് ആൻഡ് ക്രെഡിറ്റ് ആസ്പെക്റ്റ്. ഇനി നെക്സ്റ്റ് നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് ഫീച്ചേഴ്സ് ഓഫ് ഡബിൾ എൻട്രി കീപ്പിംഗ്. എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു ട്രാൻസാക്ഷനെ 2 തരത്തിൽ 2 ആസ്പെക്റ്റിൽ നമ്മൾ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് പറയുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. വളരെ ശാസ്ത്രീയമായിട്ടാണ് നമ്മൾ ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്തിനാണ്, അല്ലേ? അങ്ങനെ റൂൾസ് എന്തിനാണ്, റെഗുലേഷൻ എന്നെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഏതൊരാൾ ചോദിച്ചാലും സയൻറ്റിഫിക്കലി നമുക്കത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് നമ്മുടെ ഈ പ്രോസസ്സ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് വളരെ സയൻറ്റിഫിക് ആണ്, സിസ്റ്റമാറ്റിക് മെത്തേഡാണ്. ട്രാൻസാക്ഷൻ നമുക്ക് തോന്നുന്ന പോലെ ഒന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. അവരൊരു പോളിസി പറയുന്നുണ്ട്, അതേപോലെ റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇറ്റ് മെയിൻറ്റെയിൻസ് എ കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് ഈച്ച് ആൻഡ് എവറി ട്രാൻസാക്ഷൻ. എത്ര ട്രാൻസാക്ഷൻ ഉണ്ടോ അതെല്ലാം നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നു. ആൻഡ് ഇതിലൂടെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു? ഓരോ ട്രാൻസാക്ഷൻ്റെയും കൃത്യമായിട്ടുള്ള ഡെബിറ്റും ആസ്പെക്റ്റും ക്രെഡിറ്റ് ആസ്പെക്റ്റും ഒക്കെ അറിയാൻ പറ്റുക. ഓരോ ഡെബിറ്റ് എവിടെയെങ്കിലും നമ്മൾ എഴുതിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈക്വൽ ആയിട്ട് ഒരു കറസ്പോണ്ടിങ് ക്രെഡിറ്റ് അവിടെ ഉണ്ടായിട്ടുണ്ടാവും. എല്ലാ ഡെബിറ്റ് ബാലൻസിനും ഈക്വൽ ആയിരിക്കും എല്ലാ ക്രെഡിറ്റ് ബാലൻസുകളും. ആൻഡ് ഓരോ ട്രാൻസാക്ഷനും റെക്കോർഡ് ചെയ്യുന്നത് 2 or 3 അക്കൗണ്ടുകളായിട്ടായിരിക്കും കാണിക്കുന്നുണ്ടാവുക. ഇതൊക്കെയാണ് ഡബിൾ എൻട്രി ബുക്ക് കീപ്പിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഇങ്ങനെ നമ്മൾ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്
ഒരു കംപ്ലീറ്റ് റെക്കോർഡ് ഓരോ ട്രാൻസാക്ഷൻ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു, സയൻറ്റിഫിക് ആയിട്ട് യൂസ് ചെയ്യുന്നു. ഡബിൾ എൻട്രി സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡെബിറ്റ് എപ്പോഴും ടോട്ടൽ ക്രെഡിറ്റിന് ഈക്വൽ ആയിരിക്കും. നമുക്കൊരു ട്രയൽ ബാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ട്രയൽ ബാലൻസിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാനും അതുവഴി ഒരു വർഷത്തെ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റോ ലോസോ എന്താണോ നമുക്ക് കിട്ടിയത് എന്ന് കൃത്യമായിട്ട് അറിയാനും സാധിക്കുന്നു. ഇനി എന്തെങ്കിലും തരത്തിലുള്ള തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ നമുക്ക് കണ്ടെത്താനും അതിനെ മിനിമൈസ് ചെയ്യാനും കുറച്ചും കൂടി സേഫ് ആൻഡ് സെക്യൂർ രീതിയിലേക്ക് മാറാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു ജഡ്ജ് ദ പ്രോഗ്രസ് ഓഫ് ദ ബിസിനസ്. ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റിലൂടെയാണ് നമ്മുടെ ബിസിനസ്സിൻ്റെ പുരോഗതി എത്രയാണ് എന്നുള്ളത് അറിയാനും അതിനെ റിസൾട്ടുകൾ വെച്ചിട്ട് ഓരോ വർഷത്തെ റിസൾട്ടുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇത്തരം ഒരു സംവിധാനത്തിലൂടെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ കമ്പനിയുടേതായിട്ടുള്ള അസറ്റുകളും ലയബിലിറ്റീസും എന്തൊക്കെയാണെന്നുള്ളത് ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൂടിയാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡബിൾ എൻട്രി സിസ്റ്റം അല്ലെങ്കിൽ അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻസ് വേണ്ടതിൻ്റെ ആവശ്യകതയും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പറഞ്ഞത്. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഓരോ ട്രാൻസാക്ഷൻ നടക്കുമ്പോഴും രണ്ട് ആസ്പെക്റ്റ് ഉണ്ടാവും എന്നുള്ളത്. വൺ ഈസ് റിസീവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ഡെബിറ്റ് എന്ന് പറയും, ഗിവിങ് ആസ്പെക്റ്റിനെ നമ്മൾ ക്രെഡിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ഡെബിറ്റിനെ സൂചിപ്പിക്കാനാണ് ഷോർട്ടായിട്ട് DR എന്ന് എഴുതും, ക്രെഡിറ്റിനെ സൂചിപ്പിക്കാൻ CR എന്ന് അവിടെ എഴുതും എന്നുള്ളതാണ് പറയുന്നത്. ഒരു ലെഡ്ജർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ ഡെബിറ്റ് എന്ന് പറയുന്ന ഏത് ഭാഗത്തായിരിക്കും അക്കൗണ്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും, ക്രെഡിറ്റ് എന്ന് പറയുന്ന അക്കൗണ്ടിൻ്റെ റൈറ്റ് സൈഡിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു ജേണൽ എൻട്രി എഴുതുമ്പോഴാണ് ഈ രണ്ട് ട്രാൻസാക്ഷൻ വരുന്നത്, ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ അല്ലേ. അപ്പോൾ ആ ജേണൽ എൻട്രിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കോമൺ ആയിട്ട് ഒരേ കാര്യത്തിനെക്കുറിച്ച് പലതവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ വരുന്ന ഒരേ കാര്യത്തിനെല്ലാം കൂടി ഒരു ഭാഗത്തേക്ക് നമുക്ക് ആക്കാൻ വേണ്ടി സാധിക്കും. അതിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഓരോ ട്രാൻസാക്ഷൻ നടക്കുന്ന സമയത്തും അത് അസറ്റിനെയും ലയബിലിറ്റിനെയും ക്യാപിറ്റലിനെയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ഇഫക്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്താ അറിയുന്നത്, ഓരോ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഒരു മാസത്തിൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ആസ്പെക്റ്റിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും നമുക്ക് അറിയണമെങ്കിൽ ഒരൊറ്റ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മാസം നമ്മുടെ ബിസിനസ്സിൽ നടന്ന ക്യാഷ് എന്ന് പറയുന്ന ഒരു ഐറ്റം, ആ ക്യാഷിൻ്റെ എല്ലാ ഇടപാടും അറിയണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയാൽ മതി, ക്യാഷ് അക്കൗണ്ട് നോക്കിയാൽ മതി. കാരണം ആ ക്യാഷ് അക്കൗണ്ടിൽ കൃത്യമായിട്ട് ആ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെയുള്ള ക്യാഷ് വന്നതും പോയതും എല്ലാ കംപ്ലീറ്റ് ട്രാൻസാക്ഷൻ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഓരോ ട്രാൻസാക്ഷനും ഡെബിറ്റും ക്രെഡിറ്റും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇത് ഡെബിറ്റാണ് ഇത് ക്രെഡിറ്റാണെന്ന് പറയാൻ പറ്റുക? സോ ദർ ഈസ് എ റൂൾ. അതിന് നമുക്കൊരു നിയമം പറയുന്നുണ്ട്. ആ നിയമപ്രകാരം നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് പ്രധാനമായിട്ടും കിട്ടുന്ന ഓരോ കാര്യങ്ങളെയും നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. 3 തരത്തിലുള്ള അക്കൗണ്ടുകളാണ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. 1 റിയൽ അക്കൗണ്ട്, 2 പേഴ്സണൽ അക്കൗണ്ട്, 3 നോമിനൽ അക്കൗണ്ട്. അപ്പോൾ ആദ്യം നിങ്ങൾക്കൊരു കാര്യം കിട്ടുമ്പോൾ നിങ്ങൾ നോക്കേണ്ടത് എന്താണ്, ഈ പറയുന്ന ഏത് അക്കൗണ്ടിലാണ് ഈ ട്രാൻസാക്ഷൻ വരുന്നത് എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യണം. സോ എന്താണ് റിയൽ അക്കൗണ്ട് എന്നുള്ളത് നോക്കാം. ഈ ഒരു അക്കൗണ്ടിൽ പ്രത്യേകത എന്ന് പറയുന്നത് ബിസിനസ് എന്ന് പറയുന്ന അക്കൗണ്ട്സ് ഓഫ് അസറ്റ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് ബിസിനസ്. ഈ തരത്തിലുള്ള അക്കൗണ്ട്സുകൾ ബിസിനസ്സിൻ്റെ പ്രോപ്പർട്ടി, ബിസിനസ്സിൻ്റെ അസറ്റ്, ഇതിനെക്കുറിച്ചായിരിക്കും റിയൽ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കുക. കാരണം നമുക്കിതെല്ലാം കാണാനും തൊടാനും അറിയാനും ഒക്കെ പറ്റുന്ന തരത്തിലുള്ള ട്രാൻസാക്ഷൻ ആണെങ്കിൽ അതെല്ലാം എവിടെ വരും, റിയൽ അക്കൗണ്ടിൽ വരും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, ക്യാഷ് നമുക്ക് എണ്ണാനും കാണാനും അത് ഫീൽ ചെയ്യാനും ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മൾ ഭൂമി വാങ്ങി, ബിൽഡിംഗ് വാങ്ങി, ഫർണിച്ചർ വാങ്ങി, മെഷീനറി വാങ്ങി, അതെല്ലാം ബിസിനസ്സിൻ്റെ അസറ്റുകളാണ്. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തികളാണ്. ആ ആസ്തികളെല്ലാം നമുക്ക് കാണാനും തൊടാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ അത് ഏത് വിഭാഗത്തിൽ പെടും, റിയൽ അക്കൗണ്ട് വിഭാഗത്തിൽ പെടും എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്തെ അക്കൗണ്ടാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, വ്യക്തികളുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മുടെ അക്കൗണ്ട്സ് കിടക്കുന്നതെങ്കിൽ അതിനെയാണ് പേഴ്സണൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇനി പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തിയാണെങ്കിൽ അവയെ വീണ്ടും നമ്മൾ 3ആയി തരംതിരിക്കുന്നുണ്ട്. നാച്ചുറൽ പേഴ്സൺ ഉണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സൺ ഉണ്ട്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ ഉണ്ട്. എന്താണ് ഈ നാച്ചുറൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണ്, 1000 കിലോ പഴങ്ങൾ നമ്മൾ മോഹന് കൊടുത്തു എന്ന് പറയുമ്പോൾ അവിടെ മോഹൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അതായത് ജീവനോടുള്ള ഒരു വ്യക്തിനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ മിഥുൻ്റെ അക്കൗണ്ടിലേക്ക്, ജോസഫിൻ്റെ അക്കൗണ്ടിലേക്ക്, തുളസിയുടെ അങ്ങനെ നമ്മളങ്ങനെ പറയുമ്പം ആ വ്യക്തിനെയാണ് നാച്ചുറൽ പേഴ്സൺ എന്ന് പറയുന്നത്. ഇനി രണ്ടാമതൊരു വിഭാഗം ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ A&B കമ്പനി, XYZ ലിമിറ്റഡ് എന്നൊക്കെ പറയുമ്പം അവിടെ എന്തായി, അവിടെ വ്യക്തിയല്ല, പകരം അതൊരു സ്ഥാപനമായിട്ട് മാറുകയാണ്.
ഒരു ഫേം, ഒരു കമ്പനി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എക്കണോമിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ എന്താണ് അവിടെ പേഴ്സണൽ അക്കൗണ്ട്, ആർട്ടിഫിഷ്യൽ പേഴ്സണൽ അക്കൗണ്ട് ആയിട്ടാണ് കാണുന്നത്. മൂന്നാമതാണ് പറയുന്നത് അക്കൗണ്ട് ഇൻഡയറക്ട്ലി റെപ്രസെൻറ്റിങ് എ പേഴ്സൺ. അവിടെ എന്താ ഡയറക്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എനിക്കൊരു അക്കൗണ്ട് ഉണ്ട്, ആ അക്കൗണ്ടിൽ ഞാൻ ചെയ്യുന്നതായ കാര്യങ്ങൾ എനിക്ക് ബദലായിട്ട്, എനിക്ക് പകരമായിട്ട് ഞാൻ വേറൊരു വ്യക്തിനെയാണ് ഏൽപ്പിക്കുന്നതെങ്കിൽ എന്നെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വ്യക്തിയായിരിക്കും അത്. അവരെയാണ് എന്ത് പറയുന്നത്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ട് എന്ന് പറയും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പ്രധാനമായിട്ട് എന്താ പറയുക, അവിടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ടല്ല അത് ചെയ്യുന്നത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസുകൾ ഉണ്ടാവുക, പ്രീപെയ്ഡ് എക്സ്പെൻസുകൾ ഉണ്ടാവുക. അപ്പോൾ ഔട്ട്സ്റ്റാൻഡിങ് പറയുന്നത് നമുക്ക് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മളൊരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ സാലറി കൊടുക്കണം. അപ്പോൾ ആ സാലറി നമ്മൾ കൃത്യം 1-ാം തീയതിക്ക് അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ, കൊടുക്കേണ്ടതാണ്, കൊടുത്തിട്ടില്ല. അതാണ് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി പ്രീപെയ്ഡ് എക്സ്പെൻസ് ഉണ്ട്. അതായത് ഈ വരുന്ന 20-ാം തീയതിക്കാണ് നമ്മൾക്ക് ഇൻഷുറൻസ് അടയ്ക്കേണ്ടതെന്ന് വിചാരിക്കുക. പക്ഷെ നമ്മൾ ഈ മാസം 1-ാം തീയതിയെ അടച്ചു. അതെന്താ, നമ്മൾ മുൻകൂട്ടി അടച്ചിരിക്കുക. അപ്പോൾ അവിടെ ഇത് രണ്ടും ഡേറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒന്ന്, ഡേറ്റ് കഴിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റാത്തത്. 2, ഡേറ്റിന് മുന്നേ നമ്മൾ കൊടുത്തു വെക്കുന്നത്. അതൊക്കെയാണ് ഇതിൽ വരുന്നത്, റെപ്രസെൻറ്റേറ്റീവ് പേഴ്സൺ അക്കൗണ്ടിൽ വരുന്നത്. മൂന്നാമത്തതാണ് നോമിനൽ അക്കൗണ്ട്സിൽ വരുന്നത്. നോമിനൽ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും ഒരു 4 കാര്യങ്ങളാണ് വരുന്നത്. നമുക്കുണ്ടാവുന്ന ഇൻകം അല്ലെങ്കിൽ റവന്യൂ, അതേപോലെ ഗെയിന്, പിന്നെ വരുന്നത് എക്സ്പെൻസ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് വരുന്നതെങ്കിൽ അതൊക്കെ ഏത് അക്കൗണ്ടിൽ പെടണം, നോമിനൽ അക്കൗണ്ടിൽ പെടണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ പറയുന്ന വേറൊരു പേരാണ് ഫിക്റ്റീഷ്യസ് അസറ്റ് എന്ന പേരിലും അക്കൗണ്ട്സ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, അതായത് പേര് നാമമാത്രമായത് എന്ന് പറയും. ഇപ്പോൾ റെന്റ് കൊടുത്തു, റെന്റ് വാങ്ങി എന്ന് പറഞ്ഞാൽ റെന്റ് എന്താണ്, ഒന്നില്ലെങ്കിൽ നമ്മുടെ ഇൻകമായി മാറാം, കൊടുക്കുമ്പോൾ നമുക്ക് എന്താണ്, അത് നമ്മുടെ എക്സ്പെൻസ് ആയി മാറാം. അപ്പോൾ അത് ഏത് നേച്ചറിലുള്ളതാണെന്ന് കണ്ടെത്തുക ആദ്യം. ഓരോ ട്രാൻസാക്ഷനും വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ, ഇതിൽ റിയൽ ആണോ അല്ലെങ്കിൽ നോമിനലാണോ, അതേപോലെ പേഴ്സണൽ ആണോ എന്നുള്ള കാര്യം ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ് അക്കൗണ്ടിങ്ങിലെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു ട്രാൻസാക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ വായിച്ചിട്ട് ഇതിലേതെങ്കിലും ഒന്നാവുമല്ലോ, അത് ഉറപ്പല്ലേ, റിയലോ പേഴ്സണലോ നോമിനലോ ഒക്കെ ആവാൻ സാധ്യത. ഇനി അതിലേതെങ്കിലും ഒന്നാണെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, അതായത് ഇത് റിയൽ അക്കൗണ്ട് ആണ് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി ഹാവ് ടു യൂസ് ദ റൂൾസ് ഫോർ ദീസ് അക്കൗണ്ട്സ്. ഏതൊക്കെ റൂൾസുകൾ ഉണ്ട് എന്നുള്ള, പിന്നെ റൂള് നമ്മൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കേണ്ട ഒരു കാര്യമാണ്, ഈ റൂളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു ട്രാൻസാക്ഷൻ കണ്ടിട്ട് അത് എന്താണ് റിയൽ അക്കൗണ്ടാന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂള് പഠിക്കുക. റിയൽ അക്കൗണ്ട് റൂൾ എന്താ, ഡെബിറ്റ് വാട്ട് കംസ് ഇൻ, ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. ഓക്കെ, ഇത് ഞാൻ പഠിച്ച രീതിയിൽ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം പഴയ രീതിയിൽ നമ്മൾ പറയുകയെന്ന് വെച്ചാൽ ബിസിനസ്സിലേക്ക് വന്നത് എന്തോ അതിനെ ഡെബിറ്റ് ചെയ്യുന്നു, ബിസിനസ്സിൽ നിന്ന് പോയത് എന്താണോ അതിനെ ക്രെഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ റിയൽ അക്കൗണ്ട് ആണോ എന്ന് ആദ്യം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്തിനെ ഡെബിറ്റ് ചെയ്യണം, എന്തിനെ ക്രെഡിറ്റ് ചെയ്യണം എന്നുള്ളത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, അടുത്തത് പേഴ്സണൽ അക്കൗണ്ട് ആണ്. പേഴ്സണൽ അക്കൗണ്ട് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു വ്യക്തികളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യമാണ്. അപ്പോൾ ഇവിടെ എന്തായാലും 2 വ്യക്തികൾക്കിടയിലുള്ള ട്രാൻസാക്ഷൻ ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ പേഴ്സണൽ അക്കൗണ്ടാന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്താൽ നമ്മൾ ഏത് റൂൾ അപ്ലൈ ചെയ്യണം, ഡെബിറ്റ് ദ റിസീവർ. ആരാണോ ഈ സംഭവം റിസീവ് ചെയ്യുന്നത് അവരെ ഡെബിറ്റ് ചെയ്യാം. ഡെബിറ്റ് ദ റിസീവർ ആൻഡ് ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ ഇത് കൊടുക്കുന്നത് അവരെ ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേൽ പറയുന്നത് ഇത് രണ്ടുമല്ലാതെ വരുന്ന ട്രാൻസാക്ഷൻ പിന്നെ എവിടെ വരുള്ളൂ, നോമിനൽ അക്കൗണ്ടിലേ വരുള്ളൂ. അതായത് നമ്മുടെ എക്സ്പെൻസുകൾ, ലോസുകൾ, ഗെയിനുകൾ, ഇൻകംസ്, അതൊക്കെയാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ഈ ഒരു നോമിനൽ അക്കൗണ്ടിൽ വരുന്നത്. അങ്ങനെ വരുന്ന കാര്യങ്ങളെ നമ്മൾ ഡെബിറ്റ് ചെയ്യേണ്ടത് എന്താ അറിയോ, ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് ആൻഡ് ലോസസ്. നമ്മുടെ ബിസിനസ്സിലുണ്ടായ എല്ലാ ചിലവിനെയും നഷ്ടത്തിനും ഒക്കെ ഡെബിറ്റ് ചെയ്യുക. നമുക്ക് എന്തൊക്കെ കിട്ടിയോ അതെല്ലാം ക്രെഡിറ്റ് ചെയ്യുക. അങ്ങനെ 3 റൂളും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിങ് വളരെ വളരെ ഈസിയാണെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഞാൻ 2-3 എക്സാമ്പിൾ പറയാം. ഒരുപാട് നമുക്ക് ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അതേപോലെ തന്നെ പറയാനുള്ളത്, നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ നിങ്ങളുടെ ഈ ഒരു ബാച്ചിന് മുന്നേ വരെയുള്ളത് നമ്മുടെ 2019 മുതലുള്ള ആളുകൾക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സെക്കൻഡ് സെമ്മ് BBAയിൽ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. ആ സബ്ജക്റ്റിൻ്റെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് അതിൻ്റെ കുറേ രൂപങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്ന അക്കൗണ്ടിങ് എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ആ ഒരു വീഡിയോസ് കൂടി കാണുകയാണെങ്കിൽ അത് നമുക്ക് കുറച്ചും കൂടി ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. കുറേ കാര്യങ്ങൾ നമ്മൾ പറയാനുണ്ട് പറഞ്ഞില്ലേ. അപ്പോൾ ഒരു കാര്യം ഇതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ അക്കൗണ്ട്സിനെ കുറിച്ച് കൂടുതൽ ക്ലാസ്സുകൾ വേണം, അറിയണം എന്നുള്ള ആഗ്രഹമുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ പ്ലേലിസ്റ്റ് പോവുക. സെക്കൻഡ് സെമസ്റ്റർ BBA ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന സബ്ജക്റ്റ് എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കിട്ടും. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ആദ്യ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയി പഠിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ജസ്റ്റ് പറയാം, ശങ്കർ സ്റ്റാർട്ടഡ് എ ബിസിനസ് വിത്ത് ക്യാഷ് ₹2 lakh. അപ്പോൾ ഇത് എന്താണ് നമ്മൾ ആദ്യം നോക്കണം. ഇവിടെ രണ്ട് ആസ്പെക്റ്റ് ഏതോ നോക്കണം. ഇവിടെ ദേ ആർ ക്യാഷ് ആൻഡ് പ്രൊപ്രൈറ്റർ ക്യാപിറ്റൽ. ഈ കാര്യം വരുമ്പോൾ ഇവിടെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ശങ്കർ പ്രൊപ്രൈറ്ററും ആണ്. അപ്പോൾ ഈ രണ്ടെണ്ണം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ക്യാഷ് എന്ത് അക്കൗണ്ടിൽ വരും? റിയൽ ആണോ, പേഴ്സണലാണോ, നോമിനലാണോ? തീർച്ചയായിട്ടും ക്യാഷ് റിയൽ അക്കൗണ്ട് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് ആണെങ്കിൽ എന്താണ് റൂള്? ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. ബിസിനസ്സിലേക്ക് ക്യാഷ് വന്നു, അപ്പോൾ ക്യാഷിന് എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. പകരം നമ്മൾ അടുത്തത് ആരാണ് ഈ പൈസ കൊടുത്തിരിക്കുന്നത്? ശങ്കറാ. അപ്പോൾ ഇത് ഏത് അക്കൗണ്ടാണ്? പേഴ്സണൽ അക്കൗണ്ടാണ്. പേഴ്സണൽ അക്കൗണ്ട് റൂൾ എന്താ? ഒരു ഡെബിറ്റ് കിട്ടിക്കഴിഞ്ഞു, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു ക്രെഡിറ്റ് ആണ് വേണ്ടത്. സോ പേഴ്സണൽ അക്കൗണ്ടിൻ്റെ ക്രെഡിറ്റിൻ്റെ റൂൾ എന്താണ്? ക്രെഡിറ്റ് ദ ഗിവർ. ആരാണോ തന്നത് അവർ ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു ട്രാൻസാക്ഷൻ്റെ ഡെബിറ്റും ക്രെഡിറ്റും കിട്ടിയില്ലേ? അതായത് ക്യാഷ് അക്കൗണ്ട് അറ്റ് ശങ്കേഴ്സ് ക്യാപിറ്റൽ. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു 10ഓളം പോയിന്റുകൾ ഇവിടെ വരുന്നുണ്ട്. അത് നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം എന്തായാലും. ജസ്റ്റ് ഇപ്പോൾ ഇത് മാത്രം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത പോയിൻ്റാണ് അക്കൗണ്ടിങ് സൈക്കിൾ അല്ലെങ്കിൽ അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഓരോ ട്രാൻസാക്ഷനും നോക്കി, റിയൽ അക്കൗണ്ടോ പേഴ്സണലോ നോമിനലോ ഒക്കെ നോക്കി റൂള് പഠിച്ചു, എല്ലാം ഡെബിറ്റ് ചെയ്യാൻ പഠിച്ചു, ക്രെഡിറ്റ് ചെയ്യാൻ പഠിച്ചു. ഇങ്ങനെ നമ്മൾ എല്ലാ ട്രാൻസാക്ഷനെയും ഒരു വർഷത്തെ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ ആക്കി ഇങ്ങനെ ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുക. ഇങ്ങനെ വെച്ചുകൊണ്ട് മാത്രം നമുക്കൊരു മീനിങ് ഫുള്ളായിട്ട് നമുക്കത് എന്ത് ചെയ്യണമെന്ന് ഡിസിഷൻ എടുക്കാനൊന്നും പറ്റില്ല. അപ്പം നമ്മൾ ഈ കിട്ടുന്ന എല്ലാ ഡെബിറ്റ് ആസ്പെക്റ്റിനെയും കൂടി ഓരോ അക്കൗണ്ടുകളാക്കി മാറ്റും, ക്രെഡിറ്റ് ആസ്പെക്റ്റിനെയൊക്കെ ഓരോ അക്കൗണ്ടാക്കി മാറ്റും. അപ്പോൾ അതിന് നമ്മൾ ചെയ്യുന്ന ഒരു നമ്മൾ ജേണൽ പ്രിപ്പയർ ചെയ്യും. ജേണൽ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഡെബിറ്റും ക്രെഡിറ്റും കാണിക്കും. അതിൽ നിന്ന് നമ്മളൊരു അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യും. അതിനാണ് നമ്മൾ ലെഡ്ജർ അക്കൗണ്ട് പറയുക. ആ ലെഡ്ജറും പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കുറേ ബാലൻസുകൾ കിട്ടും. ആ ബാലൻസ് എല്ലാം കൂടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് ട്രയൽ ബാലൻസ് എന്ന് പറയുന്നത്. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാലൻസുകളെ കൊണ്ട് നമ്മൾ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യും. അതിൽ നിന്നും കിട്ടുന്ന ബാലൻസുകളെ കൊണ്ടാണ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഒരു അക്കൗണ്ടിങ്ങിൻ്റെ മൊത്തത്തിലുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ എന്താ വെച്ചാൽ, ഇങ്ങനെ ഒരുപാട് സ്റ്റേജിലൂടെ പോയിട്ടാണ് ട്രാൻസാക്ഷൻ ഒക്കെ എത്തിയിട്ട് ഫൈനൽ അക്കൗണ്ടിലേക്ക് എത്തുന്നത്. So the different stages through which the transactions travel until the final accounts are prepared. എപ്പോഴാണോ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് അതുവരേക്കും ഇങ്ങനെ പല പല സ്റ്റേജിലൂടെ ട്രാൻസാക്ഷൻസ് പോവും. അതിനെ മൊത്തത്തിൽ നമുക്ക് എന്ത് പറയാം? അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയാം. ഒരു സൈക്ലിക്കൽ മൂവ്മെൻ്റ് ആണ് ഇവിടെ ട്രാൻസാക്ഷനിൽ നടക്കുന്നത്. കാരണം അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അതാണ് അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം, സ്റ്റാർട്ടിങ് ഫ്രം ട്രാൻസാക്ഷനിലൂടെ തുടങ്ങിയിട്ട് നമ്മുടെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നതോടുകൂടി എൻഡ് ചെയ്യണം, അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അതിനെയും അക്കൗണ്ടിങ് സൈക്കിൾ എന്ന് പറയാം. അക്കൗണ്ടിങ് പ്രോസസ്സ് എന്ന് പറയാം. ഇവിടെ ഒരു ചിത്രം നോക്കുന്നുണ്ട് അക്കൗണ്ടിങ് സൈക്കിളിൻ്റെ. ഇവിടെ ചിത്രത്തിൽ ആദ്യം തന്നെ തുടങ്ങുന്നത് എന്താ? ഒരു ട്രാൻസാക്ഷൻ നമ്മൾ ആദ്യം അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ജേണൽ എൻട്രി ഉണ്ടാക്കും. ജേണൽ എൻട്രിയിൽ നിന്ന് നമ്മളതിൻ്റെ ലെഡ്ജറും പോസ്റ്റ് ചെയ്തിട്ട് ലെഡ്ജർ ഉണ്ടാക്കും. ലെഡ്ജറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? പ്രസൻറ്റേഷൻ ഓഫ് ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യും. ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലൂടെയാണ് ഏത് പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഘട്ടങ്ങളിലൂടെയാണ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പാസിംഗ് എന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത മെയിൻ സ്റ്റെപ്പിലൂടെ, അപ്പോൾ അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി അടുത്തൊരു സ്റ്റെപ്പാണ് പ്രൈമറി ബുക്ക്. അതായത് ഏത് ട്രാൻസാക്ഷനും ആദ്യമായിട്ട് റെക്കോർഡ് ചെയ്യുന്ന ബുക്കാണ് പ്രൈമറി ബുക്ക്. ആ ബുക്കിനെ പറഞ്ഞ പേരാണ് നമ്മൾ ജേണൽ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ജേണലിനെയാണ് എന്ത് പറയുന്നത്? ബുക്സ് ഓഫ് ഒറിജിനൽ എൻട്രി, ഫസ്റ്റ് എൻട്രി, പ്രൈമറി എൻട്രി എന്നൊക്കെ പറയുന്നത് ജേണലിനെയാണ്. അപ്പോൾ ഒരു അക്കൗണ്ടിങ് സൈക്കിൾ നമ്മൾ കണ്ടു, പ്രോസസ്സ് കണ്ടു. ആ ട്രാൻസാക്ഷൻ എല്ലാം റെക്കോർഡ് ചെയ്യുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെയാണ്. ഈ റെക്കോർഡ് ചെയ്യുന്ന ബുക്കിനെയാണ് ജേണൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ജേണലിൻ്റെ മീനിങ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ജേണൽ മീൻസ് ഇവിടെ മുതലാണ് നിങ്ങൾ
പഠിക്കേണ്ട ഒരു കാര്യം, ജേണൽ എന്ന് പറയുന്നത് ഡെയിലി റെക്കോർഡാണ്. ഒരു ദിവസം ബിസിനസ് നടക്കുന്ന എല്ലാ കാര്യവും റെക്കോർഡ് ചെയ്യാനാണ് ജേണൽ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ ഡെയിലി റെക്കോർഡ് ഓഫ് ബിസിനസ് ട്രാൻസാക്ഷനെ ക്രോണോളജിക്കൽ ഓർഡറിൽ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് നമ്മളിവിടെ, അതായത് 1-ാം തീയതി ട്രാൻസാക്ഷൻ കഴിഞ്ഞ് ക്ലോസ് ചെയ്താൽ നമ്മൾ പിന്നെ 4-ാം തീയതി അല്ല എഴുതുക, 2-ാം തീയതിയാണ് എഴുതുക. അത് കഴിഞ്ഞാൽ 3-ാം തീയതി എഴുതുക. അപ്പോൾ അങ്ങനെ ഒരു ക്രോണോളജിക്കൽ ഓർഡറിലാണ് ട്രാൻസാക്ഷൻ ഇവിടെ കാണിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഡേറ്റിൻ്റെയും കൂടി ഓർഡറിലാണ്, ആ ഓരോ ട്രാൻസാക്ഷൻ നടന്നത് ഏത് ഡേറ്റിനാണ് എന്ന് വെച്ച ഓർഡറിലാണ് എഴുതുന്നത്. അപ്പോൾ ജേണൽ പ്രൈമറി ബുക്ക് ഓഫ് അക്കൗണ്ടിങ് ട്രാൻസാക്ഷൻ എന്ന് നമുക്ക് പറയാം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പറഞ്ഞിരിക്കുന്ന ജേണലിൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ആദ്യം ഒരു ഡേറ്റ് എഴുതണം, കാരണം ഇന്ന ഡേറ്റിന് എന്താണ് അവിടെ ട്രാൻസാക്ഷൻ നടന്നത്. അതായത് നമുക്ക് വന്ന ട്രാൻസാക്ഷന് ഡെബിറ്റ് ഇവിടെ എഴുതും, താഴെ ക്രെഡിറ്റും എഴുതും. അത് ലെഡ്ജറിലേക്ക് മാറ്റുമ്പോൾ അതിൻ്റെ പേജ് നമ്പർ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു കോളം കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് എത്ര എമൗണ്ട് ആണോ ഡെബിറ്റ് ചെയ്തത് സെയിം എമൗണ്ട് തന്നെയാണ് ക്രെഡിറ്റിലും കാണിക്കുക. എന്നിട്ട് ഈ ഉണ്ടായ ട്രാൻസാക്ഷൻ്റെ ഒരു ചെറിയ എക്സ്പ്ലനേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ പർച്ചേസ്ഡ് ബുക്സ്, പർച്ചേസ്ഡ് ഫർണിച്ചർ എന്നാണ് എഴുതി വയ്ക്കുക. അത്രയേ ഉള്ളൂ. ഒരു ഫർണിച്ചറാണ് വാങ്ങിച്ചാൽ അത് എന്താണെന്നുള്ളത് ആ നരേഷനായിട്ട് കൊടുക്കുക. ഇതാണ് ജേണലിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ ജേണലിൽ നമ്മൾ ഉപയോഗിക്കുന്ന 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഒന്ന് ജേണലൈസിങ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രാൻസാക്ഷനെയൊക്കെ റെക്കോർഡ് ചെയ്യുന്ന, ജേണലിലേക്ക് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് എന്ത് പറയുന്നത്, ജേണലൈസിങ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ജേണൽ എൻട്രി ആണ്. ജേണൽ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ട്രാൻസാക്ഷനെയും നമ്മൾ റെക്കോർഡ് ചെയ്യുക ജേണലിലേക്ക്, അതിനെയാണ് ജേണൽ എൻട്രി ചെയ്യുക എന്ന് പറയുന്നത്. ആ ഓരോന്നിനും 2 ആസ്പെക്റ്റ് ഉണ്ടായിരിക്കും, 2 എൻട്രികൾ ഉണ്ടായിരിക്കും. ഒരു എൻട്രി ഡെബിറ്റ് ആയിരിക്കും, മറ്റേത് ക്രെഡിറ്റ് എൻട്രി ആയിരിക്കും. ജേണൽ എൻട്രിയിൽ എപ്പോഴും ഡെബിറ്റ് എൻട്രിയും ക്രെഡിറ്റ് എൻട്രിയും ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. മൂന്നാമത്തെ ടേമാണ് നരേഷൻ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു. നമ്മൾ ആ ട്രാൻസാക്ഷനെ കുറിച്ച് ചെറുതായിട്ട് ഒരൊറ്റ വേർഡിൽ നമുക്ക് പറയാൻ പറ്റുകയെന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെ എഴുതി വയ്ക്കാൻ പറ്റും. ബ്രീഫ് എക്സ്പ്ലനേഷൻ കൊടുക്കുക എന്താണെന്നുള്ളത്. ഓക്കെ, ഇനി അതിൻ്റെ സ്റ്റെപ്സ് ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. നമ്മൾ ആദ്യം കിട്ടിയ ട്രാൻസാക്ഷനെ കെയർഫുള്ളായിട്ട് വായിക്കുമ്പോൾ നമുക്ക് 2 അക്കൗണ്ട് മീൻസ് 2 ആസ്പെക്റ്റ് അറിയാൻ പറ്റണം. ഏത് അക്കൗണ്ടാണത് വരുന്നത് നോക്കുക, ആ അക്കൗണ്ട് പ്രകാരം റൂൾ അപ്ലൈ ചെയ്യുക, ഏത് കാറ്റഗറിയിലാണ് വരുന്നത് നോക്കുക. ആ റൂളുകൾ അപ്ലൈ ചെയ്തതിന് ശേഷം കൃത്യമായിട്ട് ആ ഡേറ്റും കൂടി കാണിച്ച് ഡേറ്റ് കോളത്തിൽ ഇടണം. ട്രാൻസാക്ഷൻ എഴുതുന്നു, നരേഷൻ കൊടുക്കുന്നു, ഡെബിറ്റിലും ക്രെഡിറ്റിലും എമൗണ്ട് എഴുതുന്നു. അതിനുശേഷം ഒരു തിൻ ലൈൻ വരച്ചിട്ട് വേണം അടുത്ത ദിവസത്തെ അല്ലെങ്കിൽ അടുത്ത എൻട്രി അവിടെ പാസ് ചെയ്യാൻ. ഇതാണ് അതിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അവിടെ ഒരു 10 പോയിന്റുകൾ റൂളായിട്ടൊക്കെ പറയുന്നുണ്ട്. അത് നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പം ഓട്ടോമാറ്റിക്കായി വരുന്ന കുറേ കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, എങ്ങനെ എഴുതണം എന്നുള്ളതൊക്കെ അത് ആ സമയത്ത് നമുക്ക് പറയാം. അപ്പോൾ ഒരു ജേണൽ എൻട്രിയുടെ കാര്യങ്ങൾ ഇവിടെ ജസ്റ്റ് പറയുന്നുണ്ട്. കമൻസ്മെൻറ്റ് വിത്ത് ക്യാഷ്. കമൻസ്മെൻറ്റ് വിത്ത് ക്യാഷ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ, ഇവിടെ ക്യാഷ് മുടക്കി ബിസിനസ് തുടങ്ങി. അപ്പോൾ എന്തൊക്കെ ട്രാൻസാക്ഷൻ വരുന്നുണ്ട്, ക്യാഷും വന്നു. അതേപോലെ ക്യാഷ് ഏത് ഫോമിലാണ് വന്നിരിക്കുന്നത്, ക്യാപിറ്റലായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ക്യാഷ് വരുമ്പോൾ ക്യാഷ് എന്ന് പറയുന്നത് റിയൽ അക്കൗണ്ടാണ്. ക്യാഷ് വന്നു എന്ന് പറഞ്ഞാൽ റിയൽ അക്കൗണ്ടിൻ്റെ റൂളാണ് ഡെബിറ്റ് വാട്ട് കംസ് ഇൻ. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ഏത് ഫോമിലാണ് ക്യാഷ് വന്നത്, ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട്. അതൊരു പേഴ്സൺ തുടങ്ങുന്നതല്ലേ, അപ്പോൾ പേഴ്സണൽ അക്കൗണ്ടിലത്തെ ക്രെഡിറ്റ് വരാനുള്ള റൂൾ എന്താ, ക്രെഡിറ്റ് ദ ഗിവർ എന്നാണ്. തന്ന ആളാരാണെന്ന് വെച്ചാൽ അവരെ ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ട്രാൻസാക്ഷൻ എങ്ങനെ വന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ എന്ന് വന്നു. രണ്ടാമത് പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ്. അപ്പോൾ എന്താ ഇവിടെ നമ്മൾ ചെയ്തത്, പൈസ കൊടുത്ത് സാധനങ്ങളും പർച്ചേസ്ഡ് ഗൂഡ്സ് ഫോർ ക്യാഷ് കൃത്യമായി പറയുന്നുണ്ട്. ക്യാഷ് കൊടുത്തിട്ട് സാധനങ്ങൾ വാങ്ങി. അപ്പോൾ നമുക്കറിയാലോ ക്യാഷ് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് പോയി. അപ്പോൾ ക്യാഷ് അക്കൗണ്ട് പോയി എന്ന് പറഞ്ഞാൽ ക്യാഷ് റിയൽ അക്കൗണ്ടിൻ്റെ ഏത് ആസ്പെക്റ്റിനെ കാണിക്കുന്നത്, ക്രെഡിറ്റ് ആസ്പെക്റ്റിനെ. കാരണം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട് എന്നാണ് പറഞ്ഞത്. എന്താണോ പുറത്തേക്ക് പോയത് റിയൽ അക്കൗണ്ടിൽ അത് ക്യാഷാണ്. അപ്പോൾ അതിനെ ക്രെഡിറ്റ് ചെയ്തു. പകരം എന്താണ് ബിസിനസ്സിലേക്ക് വന്നത്, നമുക്ക് ബിസിനസ്സിൽ പർച്ചേസ് ചെയ്തപ്പം സാധനങ്ങൾ വരികയാണ് ചെയ്തത്. അപ്പോൾ പർച്ചേസസ് അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്തു. ഓക്കെ, ഇങ്ങനെയാണ് ആ ട്രാൻസാക്ഷൻസ് വരുന്നത്. ഇപ്പോൾ പർച്ചേസ്ഡ് ഫർണിച്ചർ 6000 രൂപ കൊടുത്ത് ഫർണിച്ചർ വാങ്ങി എന്ന് പറഞ്ഞാൽ ബിസിനസ്സിലേക്ക് എന്ത് വന്നു, ഫർണിച്ചർ വന്നു. അപ്പോൾ ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. പകരം ഫർണിച്ചർ വാങ്ങുമ്പോൾ എന്ത് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, ക്യാഷ് പോയി. അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. അടുത്തത് സോൾഡ് ഗുഡ്സ് ഫോർ ₹4,000. 4000 രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾ വിറ്റു. അപ്പോൾ നമുക്ക് വിറ്റ സമയത്ത് എന്താണ് കിട്ടിയത്, ക്യാഷ് കിട്ടി. അപ്പോൾ ക്യാഷ് ബിസിനസ്സിലേക്ക് വന്നു. ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാഷിനെ ഡെബിറ്റ് ചെയ്യണം. പകരം എങ്ങനെയാണ് അങ്ങോട്ടേക്ക് പോയത്, നമുക്ക് ക്യാഷ് വരാൻ കാരണം എന്താ, സെയിൽ നടന്നു. സെയിൽ നടക്കുമ്പോൾ എന്താ, നമുക്കതൊരു റവന്യൂ ആണ് ഉണ്ടാവുന്നത്, ഇൻകം ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു,
ക്രെഡിറ്റ് നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം അതിനെന്ത് ചെയ്തു, ക്രെഡിറ്റ് ഓൾ ഇൻകംസ് ആൻഡ് ഗെയിൻസ് എന്നുള്ള പേരിൽ നമ്മളവിടെ ചെയ്യുമ്പം 2 എൻട്രി കിട്ടി. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് എന്നുള്ള ഇത് കിട്ടി. ക്യാഷ് വന്നു, സെയിൽസിലൂടെയാണെന്നുള്ളത് കൃത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഓരോ പോയിന്റുകൾ നോക്കിയിട്ടാണ് നമ്മൾ സാലറി കൊടുത്തു, റെന്റ് കൊടുത്തു, ഗുഡ്സ് വിറ്റു, സ്റ്റേഷനറി വാങ്ങി, അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു ഐഡിയയിൽ ഏകദേശം നോക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഇതുണ്ടോ ജേണലിൻ്റെ ഫോർമാറ്റിലാക്കി എഴുതിയിരിക്കുകയാണ്. ഒരു 2-3 ക്വസ്റ്റ്യൻസ് ഇവിടെ പറയാം. ഡേറ്റ് കൊടുത്തു, ആദ്യം നമ്മൾ ബിസിനസ് തുടങ്ങി. അപ്പോൾ എന്താ എഴുതി, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അശോക്സ് ക്യാപിറ്റൽ. അപ്പോൾ എമൗണ്ട് എന്താ, രണ്ടും സെയിം ആയിരിക്കും കേട്ടോ. ഡെറ്ററിൻ്റെ നേരെ 80 എഴുതി, ക്രെഡിറ്റിൻ്റെ നേരെ 80 എഴുതി. നറേഷൻ ആണ് ഇത്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്, ഇത്ര എഴുതിയാൽ മതി. ഇനി അടുത്ത ഡേറ്റ് എന്താണ്, 1-ാം തീയതി കഴിഞ്ഞിട്ട് നമുക്ക് 4 തന്നിരിക്കുന്നത്. അപ്പോൾ 4 എഴുതുക. അപ്പോൾ ക്യാഷ് പർച്ചേസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്യാഷ് പർച്ചേസ് ചെയ്യുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട് 5000 രൂപയ്ക്കാണ് ക്യാഷ് പർച്ചേസ്, രണ്ടോടി 5000 എടുത്തു. അപ്പോൾ ഇവിടെ നമ്മൾ ബ്രാക്കറ്റിൽ എന്ത് എഴുതി, ക്യാഷ് പർച്ചേസ്. ഫർണിച്ചർ വാങ്ങി, അപ്പോൾ എന്താ ജനറൽ ഫർണിച്ചർ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, രണ്ടോടി 6000 എഴുതി. ഇവിടെ നറേഷൻ എന്ത് കൊടുത്തു, പർച്ചേസ്ഡ് ഫർണിച്ചർ. അങ്ങനെ ഷോർട്ടായിട്ട് എന്തുണ്ടായെന്ന് കാണിച്ചാൽ മതി. പിന്നെ നമ്മൾ സെയിൽസ് സാധനങ്ങൾ വിറ്റു, അപ്പോൾ ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് 4000 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ എന്താണ്, ക്യാഷ് സെയിൽസ് നടന്നു. പർച്ചേസ് ചെയ്തു, മാധവൻ്റെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി, അപ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു, ഇവിടെ കടത്തിനാണ് വാങ്ങിയത്. നേരെ മറിച്ച് പൈസ കൊടുത്താൽ ടു ക്യാഷ് പറഞ്ഞ് ക്യാഷ് പോയി തന്നെ, പകരം ഒരു വ്യക്തി ഇവിടെ വരണമെങ്കിൽ അവരിൽ നിന്ന് കടം വാങ്ങിയത് കൊണ്ടാണ്. അപ്പോൾ ആ കടം തന്ന വ്യക്തിനെ നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, സെയിൽസ് നടന്നു, ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ഇനി അനിൽ എന്ന് പറയുന്ന ആൾക്ക് നമ്മൾ കടമായിട്ട് സാധനം കൊടുത്തുകൊണ്ടാണ് അവിടെ എന്ത് വന്നത്, അനിൽ അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്. ക്യാഷ് കാണിച്ചാൽ ക്യാഷ് അക്കൗണ്ട് ക്യാഷ് വന്നതായി കാണിക്കായിരുന്നു. ഇവിടെ ക്യാഷ് വന്നില്ല, പകരം ആര് വന്നു, അനിലിൻ്റെ പേരാ വന്നത്. എന്തുകൊണ്ട്, അനിലാണ് നമുക്ക് സാധനങ്ങൾ അനിലിനാണ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ അനിൽ റിസീവ് ചെയ്തു. അപ്പോൾ ഡെബിറ്റ് ദ റിസീവർ എന്നുള്ള റൂൾ ആയില്ലേ നമ്മുടെ പേഴ്സണൽ അക്കൗണ്ട് പ്രകാരം. അപ്പോൾ അനിലിനെ ഡെബിറ്റ് ചെയ്തു, സെയിൽസിനെ ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതാ മാധവൻ പെയ്ഡ് ക്യാഷ് ടു മാധവന് ക്യാഷ് കൊടുത്തു. അപ്പോൾ മാധവനാണ് ക്യാഷ് റിസീവ് ചെയ്ത ആൾ. മാധവൻ അക്കൗണ്ട് ഡെറ്റർ, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയില്ലേ, അപ്പോൾ ടു ക്യാഷ് അക്കൗണ്ട്. സ്റ്റേഷനറി വാങ്ങി, അപ്പോൾ എന്താ വാങ്ങി, സ്റ്റേഷനറി വാങ്ങി, അതിനെ ഡെബിറ്റ് ചെയ്തു. പകരം എന്ത് പോയി, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഇനി ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു അനിൽ, നേരത്തെ നമ്മൾ അനിലിന് ക്യാഷ് കൊടുക്കാണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അനിലിൻ്റെ നിന്ന് ക്യാഷ് കിട്ടി എന്ന് കാണിക്കുമ്പോൾ ക്യാഷ് വന്നുകൊണ്ട് ക്യാഷിനെ ഡെബിറ്റ് ചെയ്തു. ആര് തന്നു, അനിൽ തന്നു. അപ്പോൾ ടു അനിൽ. ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു കമ്മീഷൻ റിസീവ് ചെയ്തു, കമ്മീഷൻ കിട്ടി. അപ്പോൾ ക്യാഷ് വന്നു, ഏത് ഫോമിൽ വന്നു, കമ്മീഷനായിട്ട് വന്നു, ടു കമ്മീഷൻ. സാലറി കൊടുത്തു, സാലറി ചിലവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, സാലറീനെ നോമിനൽ അക്കൗണ്ട് റൂൾ പ്രകാരം ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ്, സാലറീനെ ഡെബിറ്റ് ചെയ്തു. സാലറിന്ന് എന്ത് പോയി, നമ്മുടെ നിന്ന് ക്യാഷ് പോയി, അപ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് ചെയ്തു. ഇനി റെൻറ്റ് കൊടുത്തു, എന്താണ് കൊടുത്തത്, റെൻറ്റ് ചിലവാണ്. ചിലവ് ഏത് റൂളാണ്, നോമിനൽ അക്കൗണ്ടാണ്. ഡെബിറ്റ് ഓൾ എക്സ്പെൻസസ് എന്നുള്ള റൂളാണ്. അപ്പോൾ നമ്മൾ റെൻ്റ് എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്തു, റെൻറ്റ് കൊടുത്തപ്പോൾ ക്യാഷ് പോയതുകൊണ്ട് ക്യാഷിനെ റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്, ബിസിനസ്സിൽ നിന്ന് പോയതുകൊണ്ട് അതിനെ ക്രെഡിറ്റ് ചെയ്തു. ഇത്രയേ ഉള്ളൂ ഒരു ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി ഇവിടെ പറയാം, കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുന്നത് കേട്ടോ. അതെന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുമ്പോൾ അപ്പോൾ ഈ ഒരു ജേണൽ എൻട്രി നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്യാഷ് ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് കുറേ ഡെബിറ്റ് വന്നിട്ടുണ്ട്. ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ്, ഇവിടെ ക്യാഷ് ക്രെഡിറ്റ് ആണ്, ഇവിടെ ക്യാഷ് ഡെബിറ്റ് ആണ്, ഇവിടെ ക്യാഷ് ഡെബിറ്റ് ഉണ്ട്, ഇവിടെ ക്യാഷ് ഇല്ല. അപ്പോൾ ക്യാഷ് തന്നെ കുറേ ഡെബിറ്റും കുറേ ക്രെഡിറ്റും വരുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ക്യാഷ് കൊടുക്കേണ്ട എല്ലാ കാര്യത്തിനെയും കൂടി ഒറ്റയടിക്ക് കൂട്ടിയിട്ട് ഒരു തവണ എഴുതിയാൽ മതി. അതാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയാം. അപ്പോൾ ഇതാ ഈ ഒരു എക്സാമ്പിൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. റെൻറ്റ് കൊടുത്തു, സാലറി കൊടുത്തു. ഓക്കെ, രണ്ടും ക്യാഷ് പോയതാ. അപ്പോൾ നമുക്ക് എന്ത് കാണിച്ചാൽ മതി, സാധാരണ നമ്മൾ ജേണൽ എൻട്രി എഴുതുമ്പോൾ റെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്, സാലറി അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്ന് എഴുതും. പകരം ഈ രണ്ടും കോമൺ ആയി പോയതല്ലേ, അപ്പോൾ പോയത് എന്തിനാന്ന് മാത്രം ഡെബിറ്റ് ചെയ്യുക, ഒറ്റയടിക്ക് ടു ക്യാഷ് പറഞ്ഞ് കൊടുത്ത് ടോട്ടൽ ഉണ്ട് കാണിക്കുക. അതിനെയാണ് കോമ്പൗണ്ട് ജേണൽ എൻട്രി എന്ന് പറയുക കേട്ടോ. ഇനി അടുത്തത് പോയിൻ്റാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ദ സെല്ലർ മേ അലൗ റിഡക്ഷൻ. ചിലപ്പോൾ ചില ആളുകൾ വിൽക്കുന്ന സമയത്ത് സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറച്ച് പൈസയൊക്കെ കുറച്ചിട്ടായിരിക്കും അവർക്ക് കൊടുക്കുക. കാരണം ആ ആൾക്കാർ നമ്മുടെ കയ്യിൽ സ്ഥിരം കസ്റ്റമർ ആവാം, അല്ലെങ്കിൽ അവരെപ്പോഴും വാങ്ങുന്നത് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി വന്നിട്ട് വാങ്ങിപ്പോണവരാവാം. അതിൻ്റെ പേരിൽ അവർക്ക് നമുക്ക് ചെറിയൊരു ഇളവൊക്കെ കൊടുക്കാം. അതിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഈ ഡിസ്കൗണ്ട് കൊടുക്കണം ഒരിക്കലും എന്ത് കാണിക്കില്ല, ബുക്സ് ഓഫ് അക്കൗണ്ട്സിലൊന്നും റെക്കോർഡ് ചെയ്തെന്നില്ല.
പകരം ആ നെറ്റ് എമൗണ്ട് മാത്രമാണ് ബുക്കിൽ എഴുതുള്ളൂ. നമ്മൾ 1000 രൂപയുടെ സാധനം ചിലപ്പോൾ നമ്മൾ 800 രൂപയ്ക്കോ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ 800 എന്നുള്ള മാത്രം അവിടെ കാണിച്ചാൽ മതിയല്ലോ. ഓക്കെ. അപ്പോൾ ട്രേഡ് ഡിസ്കൗണ്ട് ആർക്ക് കൊടുക്കുന്നതാണ്? ട്രേഡേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിന് കൊടുക്കുകയാണ്. എന്തുകൊണ്ടാണ്? ബൾക്ക് പർച്ചേസ് അവർ നടത്തുന്നതുകൊണ്ടാണ് ഒരു ചെറിയ റിഡക്ഷൻ സെല്ലിംഗ് പ്രൈസിൽ നിന്ന് കുറച്ച് കൊടുക്കുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വ്യത്യാസമുണ്ട്. അതായത് ചില സമയത്ത് നമ്മൾ കടമൊക്കെ വാങ്ങിയിട്ടായിരിക്കും ചില കാര്യങ്ങൾ നടത്തുക. പക്ഷേ നമുക്ക് ഒരു ഡേറ്റ് ഒക്കെ പറഞ്ഞിട്ടായിരിക്കും നമ്മൾ പൈസ വാങ്ങുന്നുണ്ടാവുക. അതായത് അടുത്ത മാസം 5-ാം തീയതി തന്നോളാം എന്ന് പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ അടുത്ത മാസം 5-ാം തീയതി ആവണ മുന്നേ ചിലപ്പോൾ നമ്മൾ 1-ാം തീയതി ഒക്കെ പൈസ കിട്ടി അപ്പോൾ കൊണ്ടേ കൊടുക്കും അല്ലേ, ഫുള്ളായിട്ട്. അങ്ങനെയൊക്കെ കൊടുക്കുമ്പം അവർക്കൊരു സന്തോഷത്തിന് അവർ നമുക്ക് കുറച്ച് പൈസ കുറച്ച് തരും, താൻ ഇത്ര നേരത്തെ തന്നതല്ലേ എന്ന് വിചാരിച്ചിട്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് പൈസ വാങ്ങിയാലും നമുക്ക് അത് തിരിച്ച് കൊടുക്കാനൊരു ബോധമുള്ളത് കൊണ്ടും പ്രോംപ്റ്റായിട്ട് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ സന്തോഷം അവർ തരുന്ന ഒരു ക്രെഡിറ്റർ ഡെറ്റേഴ്സിന് അലോ ചെയ്യുന്ന ഡിസ്കൗണ്ടാണ് എന്ത്? ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ്? കൃത്യസമയത്ത് പൈസ അടയ്ക്കാൻ അവരെ പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക, ക്യാഷ് ഡിസ്കൗണ്ടും ട്രേഡ് ഡിസ്കൗണ്ടും. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ആർക്ക് കൊടുക്കുന്നതാ? ക്രെഡിറ്റർ ഡെറ്റർക്ക് ക്വിക്ക് ആൻഡ് പ്രോംപ്റ്റ് പേയ്മെൻറ്റിന് കൊടുക്കുന്നതാണ്. ട്രേഡ് ഡിസ്കൗണ്ട് എന്താണ്? സെല്ലിംഗ് പ്രൈസിൽ റിഡക്ഷനാണ്. അത് സെല്ലർ ബയർക്ക് കൊടുക്കുന്നതാണ്. ഇനി എമൗണ്ട് ഡ്യൂ ഫ്രം ദ ഡെറ്റർ ടു ദ ക്രെഡിറ്റർ, ഇത് ഏതിൻ്റെ മുകളിലാണ് കൊടുക്കുന്നത്? എത്ര രൂപയാണോ എമൗണ്ട് ഡ്യൂ ആയിരിക്കും അതിൻ്റെ മുകളിലാണ് കൊടുക്കുക. ഇത് ഏതിൻ്റെ മുകളിലാണ് കൊടുക്കുക? സെല്ലിംഗ് പ്രൈസിൻ്റെ മുകളിലാണ് ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുക. എപ്പോഴും ഇത് നമ്മൾ എന്ത് ചെയ്യും? ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യും. പക്ഷേ ഇതൊരിക്കലും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ് ദർ ഈസ് എ റെസീറ്റ് ഓർ പേയ്മെൻറ്റ് ക്യാഷ് ഓർ ചെക്ക്. എപ്പോൾ മാത്രമേ നമുക്കിത് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ക്യാഷ് ആയിട്ടോ ചെക്കായിട്ടോ കിട്ടുമ്പോൾ മാത്രം. ഇവിടെ എപ്പോൾ മാത്രമാണ്? നമുക്ക് സെയിൽ നടക്കുമ്പോൾ മാത്രമാണ് ഇത് അലൗ ചെയ്തിട്ടുള്ളൂ. പെർസെൻറ്റേജ് ഓഫ് ക്യാഷ് ഡിസ്കൗണ്ട് എപ്പോഴും യൂഷ്വലി കുറവായിരിക്കുന്നതാണ് പറയുന്നത്. ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നത് എപ്പോഴും കുറവായിരിക്കും. പക്ഷേ ഇവിടെ നമുക്ക് കൊടുക്കുന്നത് അത്യാവശ്യം നല്ല അധികം ട്രേഡ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതാണ് പറയുന്നത്. അതാണ് ഇവ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ജേണൽ എൻട്രിയുടെ ഇപ്പോൾ ഒരു ഐഡിയ ഒക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താണ് ജേണൽ, എന്താണ് ജേണലൈസ് ചെയ്യുന്ന പ്രോസസ്സ് എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ വരുന്ന ഒരു ടേമാണ് റിട്ടേൺ ഓഫ് ഗുഡ്സ് എന്ന് പറയുന്നത്. റിട്ടേൺ ഓഫ് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ 2 തരത്തിൽ റിട്ടേൺ ചെയ്യാം. അപ്പം നമ്മളൊരു സാധനം ഒന്നിച്ച് ബൾക്കായിട്ട് ഒരാളുടെ നിന്ന് വാങ്ങി കൊണ്ടുവന്നപ്പോഴാണ് മനസ്സിലായത് കുറേ കേടുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? തിരിച്ചയക്കും കുറച്ച് സാധനങ്ങൾ. അതിനാണ് പർച്ചേസ് ചെയ്തിട്ട് തിരിച്ചയക്കുമ്പോൾ പറയുന്ന പേരാണ് പർച്ചേസ് റിട്ടേൺ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇനി നമ്മൾ കുറേ പേർക്ക് സാധനങ്ങൾ വിറ്റ സമയത്ത് അവർക്ക് തോന്നുകയാണ് സാധനങ്ങൾ എന്തെങ്കിലും ഇത്ര വേണ്ട അല്ലെങ്കിൽ കുഴപ്പമുണ്ട് പറഞ്ഞാൽ അവർ നമുക്ക് തിരിച്ചിങ്ങോട്ട് തരുമ്പോൾ നമ്മൾ വിറ്റ സാധനമാണ് അല്ലേ, അപ്പോൾ അതിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വന്ന് എന്താവും? സെയിൽസ് റിട്ടേൺ ആണ്. ഓക്കെ. പർച്ചേസ് റിട്ടേൺ പറഞ്ഞാൽ നമ്മൾ വാങ്ങിയ സാധനം തിരിച്ചു കൊടുക്കുക. സെയിൽസ് റിട്ടേൺ പറഞ്ഞാൽ നമ്മൾ വിറ്റ സാധനം തിരിച്ചിങ്ങോട്ട് കിട്ടുക. പർച്ചേസ് എപ്പോഴും എന്താ? ബിസിനസ്സിലേക്ക് വരുന്നൊരു കാര്യമാണ്. അപ്പോൾ പർച്ചേസ് എപ്പോഴും ഡെബിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. പക്ഷേ പർച്ചേസ് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ കൊടുക്കേണ്ടി വരുമ്പം അതെപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആണ് കാണിക്കുക. സെയിൽസ് പറഞ്ഞാൽ നമ്മുടെ വരുമാനം ഉണ്ടാക്കണതാണ്. സെയിൽസ് എപ്പോഴും എന്ത് ബാലൻസാണ് കാണിക്കുക? ക്രെഡിറ്റ് ബാലൻസാണ് കാണിക്കുക. പക്ഷേ സെയിൽസ് നടത്തിയിട്ട് ഇങ്ങോട്ട് റിട്ടേൺ വന്നാലോ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും കാണിക്കുക. അത് ഓർത്ത് വയ്ക്കുക എന്നാണ് പറയുന്നത്. ഓക്കെ. അത് ഓർത്ത് വയ്ക്കുക. അതൊക്കെയാണ് മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ജേണൽ പഠിക്കുമ്പോൾ നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ അതിൽ വരുന്നൊരു ട്രാൻസാക്ഷനാണ് വിഡ്രോവൽ ഓഫ് ക്യാഷ് ഓർ ഗുഡ്സ് ബൈ പ്രൊപ്രൈറ്റർ. അപ്പോൾ ഞാൻ ബിസിനസ് തുടങ്ങി, എൻ്റെ ബിസിനസ്സിൽ കുറേ പൈസ ഉണ്ട്, സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്ക് ചിലപ്പോൾ തോന്നുകയാണ് കുറച്ച് പൈസ അതൊന്ന് എടുക്കണം, അതേപോലെ തന്നെ കുറച്ച് സാധനങ്ങൾ എടുക്കണം എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അത് സെപ്പറേറ്റ് അക്കൗണ്ടായിട്ട് കാണിക്കണം എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ കഴിഞ്ഞ ചാപ്റ്ററിൽ. സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് അല്ലേ, അക്കൗണ്ടിങ് എൻറ്റിറ്റി കൺസെപ്റ്റ് പറഞ്ഞാൽ എന്താണ്? ബിസിനസ്സും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയും രണ്ടും രണ്ടാണ്. എൻ്റെ പൈസ മുടക്കി ഞാൻ ബിസിനസ് ചെയ്താലും ആ ബിസിനസ്സിൽ നിന്നൊരു സാധനം എടുക്കണമെങ്കിൽ എനിക്കവിടെ കണക്ക് ബോധിപ്പിക്കണം. കാരണം ബിസിനസ് ഒരു വ്യക്തിയാണ്, ഞാനൊരു വ്യക്തിയാണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് എന്തെങ്കിലും എൻ്റെ സ്വന്തമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് പേഴ്സണലോ പ്രൈവറ്റ് യൂസിന് എടുക്കുകയാണെങ്കിൽ, ഗുഡ്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ഏത് അക്കൗണ്ടിൽ കാണിക്കാം? പേഴ്സണൽ ഓർ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ വിഡ്രോവലിൽ നമ്മൾ ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് കാണിക്കേണ്ടത്. അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് എന്തിനാണ്? ഓരോ സ്ഥാപന ഉടമയ്ക്കും സ്വന്തമായ ആവശ്യങ്ങൾക്ക് പൈസ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കേണ്ട കാര്യമുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ പേഴ്സണൽ പർപ്പസിന് പൈസ വിഡ്രോ ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി? ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. ഇനി സ്വന്തമായ ആവശ്യങ്ങൾക്ക് നമ്മൾ അവിടുന്ന് സാധനമാണ് എടുത്തുകൊണ്ട് പോകണമെങ്കിലോ അപ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു ക്യാഷിന് പകരം എന്തെടുക്കും? ടു പർച്ചേസ് അല്ലെങ്കിൽ സ്റ്റോക്ക്. കാരണം വാങ്ങി വെച്ച സാധനത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ അവിടെ കുറയുകയാണ് ചെയ്യുക അല്ലേ.
നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പർച്ചേസ് ചെയ്യുമ്പോൾ എപ്പോഴും എന്ത് ബാലൻസാണ് കാണിക്കുക, ഡെബിറ്റാണ്. ആ എടുത്ത് വെച്ച സാധനത്തിൽ നമ്മളെടുത്ത് കൊണ്ടുപോകുമ്പോൾ അത് കുറയുമ്പം ഓപ്പോസിറ്റാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. ഓക്കെ, ഇനി ഇങ്ങനെ വരുന്നൊരു കാര്യം, പ്രൊപ്പറേറ്റർ ആ പൈസ നമ്മുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ അക്കൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അത് ചില സമയത്ത് ആവശ്യങ്ങൾക്ക് എടുക്കുന്ന സമയത്ത് അവിടെ നമ്മൾ ജേർണൽ എൻട്രി പാസ് ചെയ്യണം. എന്താണ്, ഡ്രോയിങ് അക്കൗണ്ട് വിൽ ബി ക്ലോസ്ഡ്. ഡ്രോയിങ് അക്കൗണ്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ട് പകരം അത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യും, ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ജേർണൽ എൻട്രി എന്താ, ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ടു ഡ്രോയിങ്സ് അക്കൗണ്ട് പറഞ്ഞിട്ട് കാണിക്കാം. ഓക്കെ, കാരണം വിഡ്രോ ചെയ്യുമ്പോൾ ഡ്രോയിങ്സ് അക്കൗണ്ട് ഡെബിറ്റ് ആണ് രണ്ടവിടെയും. അത് നമ്മൾ തിരിച്ചിങ്ങോട്ടനെ വെക്കുമ്പോൾ വാങ്ങിയ പൈസയോ സാധനമൊക്കെ തിരിച്ചിങ്ങോട്ടനെ ഏൽപ്പിക്കുമ്പോൾ ഈ ഡ്രോയിങ് പോകാൻ എന്ത് ചെയ്യണം, അതിനെ ക്രെഡിറ്റ് ചെയ്യണം. പകരം അത് ഏതിലേക്കാണ് പോകുന്നത്, ക്യാപിറ്റലിലേക്കാണ്. അപ്പോൾ സോ ക്യാപിറ്റൽ അക്കൗണ്ട് ഇട്ടിട്ടു ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് ജേർണലിൽ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു ട്രാൻസാക്ഷൻ ആണ് ജേർണലിൽ ബാങ്കിങ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ചില സമയത്തൊക്കെ പൈസ തന്നു പോയി എന്നൊക്കെ പറയുമ്പോൾ പൈസയ്ക്ക് പകരമൊക്കെ ചെക്കായിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവും അല്ലേ. അപ്പോൾ അധികം ട്രാൻസാക്ഷൻ എവിടേക്കായിരിക്കും, ബാങ്ക് പറഞ്ഞിട്ടൊക്കെ ആയിരിക്കും കാണിക്കേണ്ടി വരിക. ഇപ്പോൾ എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പോൾ എങ്ങനെയായിരിക്കും ജേർണൽ എൻട്രി വരിക, ക്യാഷ് ബാങ്കിൽ കൊണ്ടുപോയി ഡെപ്പോസിറ്റ് ചെയ്തു പറഞ്ഞാൽ ബാങ്ക് അത് വാങ്ങി, നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി. ഇതെല്ലാം എവിടെ ഉണ്ടാവുന്നത്, ആരാണ് റിസീവ് ചെയ്തത്, ബാങ്ക്. അപ്പോൾ പേഴ്സണൽ അക്കൗണ്ട് റൂൾ പ്രകാരം എന്താ പറയുക, ഡെബിറ്റ് ദ റിസീവർ. അപ്പോൾ ബാങ്കിനെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, നമ്മുടെ കയ്യിൽ നിന്ന് എന്താ പോയത്, ക്യാഷ് പോയി. പോയപ്പോൾ എന്തായി, റിയൽ അക്കൗണ്ട് റൂൾ പ്രകാരം ക്രെഡിറ്റ് വാട്ട് ഗോസ് ഔട്ട്. അപ്പോൾ ക്യാഷ് നമ്മൾ എന്ത് ചെയ്തു, ക്രെഡിറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് ബാങ്കിങ് ട്രാൻസാക്ഷനെ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. പിന്നെ അവിടെ നമ്മൾ ബാങ്കിൽ പൈസയ്ക്ക് പകരം ചിലപ്പോൾ ചെക്കുകൾ യൂസ് ചെയ്യും. ചെക്ക് യൂസ് ചെയ്യുമ്പോൾ ചെക്ക് ഈസ് ഡിസോണർഡ്, ദ എൻട്രി ഷുഡ് ബി റിവേഴ്സ്ഡ്. ചെക്ക് നമ്മൾ കൊടുത്തു, പക്ഷെ വണ്ടി ചെക്ക് കൊടുക്കാറില്ല, പൈസ ഉണ്ടാവില്ല, അപ്പോൾ നമ്മൾ പറ്റിക്കപ്പെട്ടില്ലേ. അങ്ങനെ വരുമ്പോൾ സാധാരണ എന്താണോ എൻട്രി ചെയ്യാറുള്ളത്, നേരെ റിവേഴ്സ് എൻട്രിയാണ് അവിടെ കൊടുക്കുക. കാരണം ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡെറ്റേഴ്സ് അക്കൗണ്ട്. ആരാണ് ഡെറ്റർ, അവരുടെയിലേക്ക് ആരാണോ നമുക്ക് തന്നത് അവർക്ക് തന്നെ അത് എന്തായി കാണിക്കുക, റിവേഴ്സ് എൻട്രി പാസ് ചെയ്യുക. നമ്മൾ ആർക്കെങ്കിലും നമ്മൾ ചെക്ക് വഴിയാണ് കൊടുക്കുന്നതെങ്കിലോ, നമുക്ക് പൈസ കടം കൊടുത്തത് തിരിച്ചു കൊടുക്കണമെങ്കിൽ നമ്മൾ ചെക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ആരാ റിസീവ് ചെയ്യുക, നമ്മുടെ ക്രെഡിറ്റേഴ്സ് റിസീവ് ചെയ്യാം. അപ്പോൾ അവർക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഇട്ടിട്ട് ബാങ്ക് അക്കൗണ്ട്. ഇനി ചെക്ക് ഡിസോണർ ആയി കഴിഞ്ഞാൽ ആ എൻട്രീനെ റിവേഴ്സ് ചെയ്യാന്ന് പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റ് ഒക്കെ അലൗ ചെയ്തു, ഡെപ്പോസിറ്റ് ഉണ്ട് നമുക്ക് ബാങ്കിൽ, ആ ഡെപ്പോസിറ്റിൻ്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ജേർണൽ എൻട്രി എന്താ, ബാങ്ക് അക്കൗണ്ട് ഇട്ടർ ടു ഇൻട്രസ്റ്റ്. ടു ഇൻട്രസ്റ്റ് പറയാൻ കാരണം എന്താ, നമ്മുടെ ഒരു വരുമാനമാണത്, കണ്ടോ അവിടെ എഴുതിയിട്ടുണ്ട് ഇൻകാണ് എന്നുള്ളത്. ഇനി കമ്മീഷൻ കിട്ടി, ഇൻട്രസ്റ്റ് കിട്ടി എന്നൊക്കെ പറയുമ്പോൾ ബാങ്ക് അതൊക്കെ കൊടുത്തു പറയുമ്പോൾ നമ്മുടെ എക്സ്പെൻസ് ആണത് അല്ലേ. നമ്മൾ കമ്മീഷൻ കൊടുത്തു, ബാങ്ക് ചാർജ് കൊടുത്തു, അപ്പോൾ അതൊക്കെ ആ കമ്മീഷനൊക്കെ ഡെബിറ്റ് ചെയ്തു. പകരം എന്ത് ചെയ്തു, ബാങ്ക് ബാലൻസ് അവിടെ കുറയല്ലേ ചെയ്തത്. അപ്പോൾ ബാങ്കിനെ നമ്മൾ ടു ബാങ്ക് പറഞ്ഞ് കാണിച്ചു. ചെക്ക് ഇഷ്യൂ ചെയ്തു, ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ചെക്ക് ഇഷ്യൂ ചെയ്തു പറഞ്ഞാൽ എക്സ്പെൻസ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക് പറഞ്ഞ് കാണിക്കുക. ചെക്ക് വരുമ്പോഴൊക്കെ ടു ബാങ്ക്, ബൈ ബാങ്ക് എന്നൊക്കെയാണ് വരിക. ക്യാഷ് വിഡ്രോ ചെയ്തു സ്വന്തം ആവശ്യത്തിന്, അപ്പോൾ എന്താ നമ്മൾ എൻട്രി ചെയ്ത, ഡ്രോയിങ്സ് അക്കൗണ്ട് ലെറ്റർ ടു ബാങ്ക്. ക്യാഷ് വിഡ്രോ ചെയ്തു എന്ന് പറയും, ബാങ്കിൽ നിന്നെന്ന് പറയുമ്പോൾ അവിടെ ടു ബാങ്കാണ് കാണിക്കുന്നത്, ബാങ്കിലെ ബാലൻസ് കുറയല്ലേ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആ കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ കുറച്ചധികം പ്രോബ്ലംസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത്രയാണ് ജേർണലിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ജേർണൽ എൻട്രി. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ഇത് കുറച്ചും കൂടി വീഡിയോ ലെങ്ത് ആയിട്ട് മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ചെയ്യേണ്ടത് ആ സെക്കൻഡ് സെമസ്റ്ററിലെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ജേർണൽ എന്നുള്ള പോർഷൻ ഉണ്ട്, പ്രോബ്ലംസ് ഡീറ്റെയിലായി പറയുന്നുണ്ട്. അതൊന്ന് എല്ലാവരും പോയി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ആ വീഡിയോൻ്റെ ലിങ്കോ അല്ലെങ്കിൽ പ്ലേലിസ്റ്റിൻ്റെ ഒക്കെ. അപ്പോൾ നിങ്ങളതൊന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൂടുതൽ എടുത്ത് പോകാനുള്ളൊരു സമയമില്ലാത്തതുകൊണ്ട്, ഓൾറെഡി ഞാൻ തന്നെ ചെയ്തൊരു വീഡിയോ അല്ലേ, നിങ്ങൾക്ക് സമാധാനത്തിൽ അത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു അവസരം അവിടെ ഉണ്ട്, ചെയ്ത് വെച്ച വീഡിയോസുമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും അതിൻ്റെ ആ ഡീറ്റെയിൽസ് എല്ലാം പ്ലേലിസ്റ്റിൻ്റെ ലിങ്കൊക്കെ ഞാൻ അവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എല്ലാവരും അതൊന്നും കൂടി പോയി കാണുക. നമുക്കിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. നിങ്ങളുടെ എക്സാമിൻ്റെ ഡേറ്റ് വളരെ അടുത്ത് വന്നു, 28-ാം തീയതിയോടൊക്കെയാണ് നിങ്ങളുടെ എക്സാം വരുന്നത്, 29-നൊക്കെ. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഇത്രയും പോർഷൻ ഒന്ന് കവർ ചെയ്യണ്ടേ. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ആൾക്കാർ അതിൽ തന്നെ നിങ്ങളുടെ ഈ സിലബസ് കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് തന്നെ അത് ഫോളോ ചെയ്ത് പൊക്കോളൂ. ഞാൻ എന്തായാലും ആ ടൈം ആകുമ്പോഴേക്കും എൻ്റെ ഇത് കംപ്ലീറ്റ് ആവാൻ വഴിയുള്ളൂ. കാരണം കുറച്ച് വലിയ വലിയ ചാപ്റ്ററൊക്കെ വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് 1 മണിക്കൂറിൻ്റെ വീഡിയോ ചെയ്യലൊന്നും സാധ്യമല്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇത്രയും ഷോർട്ടാക്കിയിട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ജേർണൽ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ വരുന്നത്. അപ്പോൾ മറക്കാതെ എല്ലാവരും അത് പോയി കാണുക. ഓക്കെ, താങ്ക്